സീതാദേവിയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് അറിയാമോ? അഗ്നിപരീക്ഷയ്ക്ക് ശേഷവും പ്രജാതൽപരതയ്ക്കു വേണ്ടി ശ്രീരാമൻ ഗർഭിണിയായ സീതാദേവിയെ വനത്തിൽ കൊണ്ടുവന്നു വിടാൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുന്നു. സീതാദേവി വാത്മീകിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ വച്ച് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒരിക്കൽ അശ്വമേധയാഗത്തിനായി ശ്രീരാമ ഭഗവാൻ അയച്ച കുതിരയെ ലവകുശന്മാർ പിടിച്ചുകെട്ടുകയും കുതിരയെ അന്വേഷിച്ചെത്തിയവർ ലവകുശന്മാരെ കണ്ടെത്തുകയും സീതയെയും മക്കളെയും തിരിച്ചറിഞ്ഞ രാമൻ അവരെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തുനിയുകയും ചെയ്തു. എന്നാൽ അപ്പോഴും സീതയുടെ പവിത്രതയെക്കുറിച്ചുള്ള തർക്കം നിലനിന്നു പോന്നിരുന്നു. ഒരു വട്ടം കൂടി തന്റെ പരിശുദ്ധി തെളിയിക്കാൻ സീതാദേവി നിർബന്ധിതയായി. ദുഃഖിതയായ സീതാദേവി താൻ തന്റെ പതിയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എങ്കിൽ ഭൂമി രണ്ടായി പിളർന്ന് താൻ എന്നേക്കുമായി ഭൂമിയിലേക്ക് ആഴ്ന്നു പോകട്ടെ എന്ന് പറയുകയും തന്റെ മാതാവായ ഭൂമിദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ സീതാദേവി നിന്നിരുന്ന സ്ഥലം രണ്ടായി പിളരുകയും സീതാദേവി താഴേക്ക് മറഞ്ഞു പോവുകയും ചെയ്തു.